ഹലോ ഹായ്. അങ്ങനെ പുൽമേട്ടിലേക്കുള്ള വഴിയിലോട്ടുള്ള യാത്ര തുടങ്ങിയാണ്. എന്നുവെച്ചാൽ നല്ല സൂപ്പർ കയറ്റമാണ്. എന്നുവെച്ചാൽ കുറേ നമ്മൾ കയറി വന്ന് വീണ്ടും നല്ല കയറ്റമാണ്. അവരൊക്കെ തളർന്നിരിക്കുകയാണ്. ആ കയറി വന്ന് കയറ്റത്തിൽ കയറി തളർന്നിരിക്കുകയാണ് ആ സാധനന്മാർ. കണ്ട അവരൊക്കെ പാവം തളർന്നിരിക്കുന്നത്. അപ്പുറത്ത് കുറേ ടീമുകൾ ഇരിപ്പുണ്ട്. എന്നുവെച്ചാൽ ഞാൻ കുറച്ച് ഇട്ടുള്ളൂ. ഇതിനെക്കാട്ടി നല്ലൊരു കയറ്റം താഴെ ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്തില്ലായിരുന്നു. അത് എടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം ഇടുമ്പോൾ ഒരു ബോറടിക്കുന്ന വെച്ചാണ് ഇതിരുന്ന്. ഇതിൻ്റെ മേലെ നേരെ കയറി ചെല്ലുന്നത് പുൽമേടാണ്. നേരെ എൻഡിൽ എന്ന് വെച്ചാൽ അതിമനോഹരമായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു വ്യൂ ആണ്. നല്ല അടിപൊളി സ്ഥലമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഭയങ്കര ആനശല്യവും വന്യമൃഗത്തിൻ്റെയൊക്കെ ഭയങ്കര ശല്യമുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ടൊക്കെ തന്നെ കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലേ, പരമാവധി നേരത്തെ കയറാൻ നോക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കൊച്ചു പിള്ളേർ രണ്ട് പിള്ളേരുണ്ടായിരുന്നു. എൻ്റെ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കൊണ്ട് മേളിൽ കയറുമ്പോൾ അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇതിനകത്ത് രാത്രി ആവാൻ പാടില്ല. ഈ അപ്പുറത്ത് കിടക്കുന്ന മുമ്പ്, സന്നിധാനത്ത് കിടക്കുന്ന മുമ്പ് വീട്ടിൽ മുമ്പ് എത്തണം. അതുകൊണ്ടാണ് പറയുന്നത്. പരമാവധി നമ്മുടെ ടീമാണ്. അവർ തളർന്നിരിക്കുകയാണ്. കേട്ടോ ഹായ് തളർന്നിരിക്കുകയാണ്. ഇനി കയറാറുണ്ട്. വേൾഡ് കയറുമ്പോൾ സെറ്റാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. കുറേ നടക്കാറുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന നടക്കുന്നില്ല. വെറും 12 കിലോമീറ്ററേ ഉള്ളൂ. മറ്റേ കാണുന്ന പാതയില്ല, എരുമേലി വഴി വരുന്ന കാളകെട്ടി കല്ലടാംകുന്ന് വഴി വരുന്നതിനെക്കാട്ടിയും ദൂരം കുറവാണ്. ഈ 12 കിലോമീറ്ററാണ്. കാരണം വെച്ചാൽ ഇടയിൽ വെച്ച് കടകളും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ഫോറസ്റ്റിൻ്റെ മാത്രം അങ്ങ് അറ്റത്ത് ചെല്ലുമ്പോൾ കഞ്ഞി കൊടുക്കുന്ന ഫോറസ്റ്റ് ഓഫീസ്, അവിടെ ഒരു കഞ്ഞി കുടിക്കുന്ന സ്ഥലമുണ്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ പോകുന്ന വഴിക്ക് ഫോറസ്റ്റ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഫോറസ്റ്റ് നാരങ്ങ വെള്ളം കാര്യങ്ങൾ തരും. അതേ ഉള്ളൂ. ചുമ്മാതൊന്നുമല്ല, പൈസയ്ക്കാണ്. ചുമ്മാതൊന്നുമല്ല, അവർ പൈസയ്ക്കാണ് അതൊക്കെ തരുന്നത്. കണ്ട ഏകദേശം എത്താറായി. ഇനി അപ്പുറത്ത് ഭയങ്കര വ്യൂ ആണ് നോക്കിക്കൊള്ളണേ. നല്ല സൂപ്പറായിട്ടുള്ള സ്ഥലമാണ്. മേലിൽ എൻഡിലെത്തി. കണ്ട നല്ല അടിപൊളി കാഴ്ചയാണ്. കണ്ട അറ്റത്ത് റോഡൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ റോഡ് കാണും. ഞാൻ കാണിച്ചില്ല. കണ്ട ഇതൊക്കെ റോഡാണ്. നമ്മൾ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ കയറി വന്നത്. നടന്നല്ല, വണ്ടിയിലേക്ക് വന്നത്. കണ്ട അതിലെ കൂടെയൊക്കെ വന്നിട്ട് ചത്തത്ത് വണ്ടി ഇട്ടിട്ടാണ് നമ്മൾ മേളിൽ കയറി വരുന്നത്. ഇനി മൊത്തം പുൽമേടാണ്. പുൽമേടെന്ന് പറഞ്ഞാൽ ചെറിയ മലയ്ക്കകത്ത് മൊത്തം പുല്ലാണ്. വലിയ മരങ്ങളൊന്നും കാണത്തില്ല. അത് ഞാൻ വീഡിയോസ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇനി കംപ്ലീറ്റ് അതായിരിക്കും. അതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ എരുമേലി വഴി വരികയാണെങ്കിൽ അവിടെ കടകളും കാര്യങ്ങളൊക്കെ കാണും. 10-40 കിലോമീറ്റർ എങ്ങനെ ദൂരമുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് റെസ്റ്റ് എടുത്ത് സ്റ്റേ ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അന്ന് തന്നെ ഈ 12 കിലോമീറ്റർ അന്ന് തന്നെ കയറി അപ്പോൾ